പ്രകാശൻ മാസ്റ്റർ, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് വലിയ കരുത്താണ് ചേലക്കരയിലെ വിജയം ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ മൊത്തം ഫലം നൽകുന്നത് എന്നാണ്. ഈ ചേലക്കരയിലെ വിജയത്തിൻ്റെ പേരിൽ അഭിമാനിക്കാം എന്നുകൂടി എടുത്തു പറയുമ്പോൾ എന്താണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കേവലം ഒരു 1.5 വർഷത്തോളം ഇനി ബാക്കിയുള്ള ഈ സർക്കാരിൻ്റെ കാലത്ത് വന്ന ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം അത് കൃത്യമായി ഒരു ഭരണവിരുദ്ധതയില്ല എന്ന രീതിയിൽ വലിയ ആത്മവിശ്വാസത്തോട് മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ഒരു ഭരണ തുടർച്ചയോ എന്ന് ചോദിക്കുന്നവരോടുള്ള മറുപടി എന്താണ്? ഇവിടെ ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രണ്ടാം ഊഴം അവരെ കടുത്ത ഭീതിയിലാണ് ആഴ്ത്തിയിട്ടുള്ളത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഏറെക്കാലം തുടർച്ചയായി ഭരിച്ച ആദ്യത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇനിയും ഒരു ഗവൺമെൻറ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിൽ വന്നാൽ തങ്ങളുടെ രാഷ്ട്രീയമായ നിലനിൽപ്പ് അപകടത്തിലാണ് എന്ന് വളരെ കൃത്യമായിട്ട് UDF-നെയും പ്രത്യേകിച്ച് അതിനെ നയിക്കുന്ന കോൺഗ്രസിനും ലീഗിനും അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത രൂപത്തിൽ പണം കൊടുത്ത് വോട്ട് പിടിക്കാൻ, മദ്യമൊഴുക്കി വോട്ട് പിടിക്കാൻ, നുണപ്രചരണം നടത്തി വോട്ട് പിടിക്കാൻ ഈ കേരളത്തിലുള്ള മുഖ്യധാര മാധ്യമങ്ങളുടെ ആകെ പിൻബലത്തോടെ ഈ 3 കേന്ദ്രങ്ങളിലും UDF ശ്രമിച്ചത്. ഇവിടെ UDF-ൻ്റെ ആളുകൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് കേരളത്തിലെ ഗവൺമെൻറ്റിനുള്ള വിധിയെഴുത്താണ് എന്നാണ്. ഇതുപോലെ ജനവിരുദ്ധമായ മറ്റൊരു ഗവൺമെൻറ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അതിനെതിരെയുള്ള ജനങ്ങളുടെ അതൃപ്തിയാണ് ഇവിടെ പൊതുവിൽ പ്രകടമാവുക എന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. എന്ന് മാത്രമല്ല, കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഇവിടെ വന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ചേലക്കരയിൽ മാത്രമാണ്. മറ്റു 2 സ്ഥലങ്ങളും ഇവിടെ കോൺഗ്രസിൻ്റെ സീറ്റ് തന്നെയാണ്, അവിടെ അവർ ജയിക്കും. എന്നാൽ ചേലക്കരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ദുർഭരണത്തിനെതിരായിട്ട് വിധിയെഴുത്തായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് പറഞ്ഞ് ഞങ്ങളല്ല, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ്. പക്ഷെ എന്താ ഈ തെരഞ്ഞെടുപ്പിനകത്ത് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ പോലെ LDF ഗവൺമെൻറ്റിൻ്റെ ജനപിന്തുണയും അംഗീകാരവും കൂടുതൽ ദൃഢതരമാക്കുന്നുവെന്ന് തികച്ചും വ്യക്തമാക്കുന്ന ഒന്നായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും, നമ്മൾ ചേലക്കരയിൽ എടുത്ത് പരിശോധിക്കുമ്പോൾ ചേലക്കരയിൽ നമ്മളിപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിലെ 7ാമത്തെ തെരഞ്ഞെടുപ്പ് വിജയമാണ് ചേലക്കരയെ സംബന്ധിച്ച് ഇത്തവണ LDF-ന് ഉണ്ടാവുന്നത്. അവിടെ നേരത്തെയുള്ള LDF-ൻ്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ 5173 മാത്രമായിരുന്നെങ്കിൽ നിലവിലുള്ള LDF-ൻ്റെ സ്ഥാനാർത്ഥി പ്രദീപിന് UR പ്രദീപിന് കിട്ടിയിരിക്കുന്ന ഭൂരിപക്ഷം 12201 വോട്ടാണ്. എന്ന് മാത്രമല്ല, അവിടെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും 9 പഞ്ചായത്തുകളിൽ 3 പഞ്ചായത്തുകൾ ഭരിക്കുന്ന UDF-ആണ്. ആ പഞ്ചായത്തുകളെല്ലാം അവർ വളരെ പുറകോട്ടേക്ക് പോയി എന്ന് മാത്രമല്ല, അവർ ഭരിക്കുന്ന തിരുവല്ലാമല പഞ്ചായത്തിൽ അവർക്ക് 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്നുള്ളത് ഒരു ചെറിയ വിഷയമല്ല. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിലാവട്ടെ അവർ സാധാരണ തെരഞ്ഞെടുപ്പിലുള്ള എല്ലാ മര്യാദകളും മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിൻ്റെ ആദരണീയമായിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരായിട്ട്, അതുപോലെ തന്നെ ഇവിടെ കണ്ണൂരിൽ നടന്നിരിക്കുന്ന ദിവ്യവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എന്തെല്ലാം പ്രചാരവേലകളാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ നമുക്കെതിരായിട്ട് ഉപയോഗിച്ചത്. അർദ്ധസത്യങ്ങളെ, അസത്യങ്ങളെല്ലാം ആശ്രയിച്ചുകൊണ്ടുള്ള പ്രചാരവേലയാണ് അവർ സംഘടിപ്പിച്ചത്. അതിന് കൂടെയാണ് നമ്മുടെ KPCC അധ്യക്ഷൻ സുധാകരൻ്റെ ആക്രമണത്തിനുള്ള ആഹ്വാനം. ഇതെല്ലാം ഉണ്ടായിട്ട് പോലും വലിയ നിലക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ, നമുക്കറിയാം കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ഇക്കാലത്ത് എങ്ങനെയാണോ LDF-നെ താറടിക്കാൻ കഴിയുക അതിനുവേണ്ടിയുള്ള വലിയ ശ്രമങ്ങളാണ് ചർച്ചകളിലൂടെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആകെ നടത്തിയെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയൊക്കെ പറയുമ്പോഴും നല്ല വിജയമാണ് ചേലക്കരയിൽ ഉണ്ടായത്. പക്ഷേ അങ്ങനെ ഉണ്ടായ വിജയം പോലും അവിടെ ഭൂരിപക്ഷം വല്ലാതെ കുറയ്ക്കാനായി, അതുകൊണ്ട് ഭരണവിരുദ്ധ തരംഗമാണ് അത് എന്ന് പറയാനാണ് ഇപ്പോൾ UDF ശ്രമിക്കുന്നത്. അതെങ്ങനെയാണ് LDF കാണുന്നത്? അല്ല, ഇതിൽ അവിടെ പോളിംഗ് ഈ പറയുന്ന എല്ലാ മണ്ഡലങ്ങളിലും കുറഞ്ഞു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടി കഴിയും. ഇവിടെ ഇപ്പോഴുള്ള തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളെ ആളല്ലോ താരതമ്യം ചെയ്യേണ്ടത്. അങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ലോക്സഭയേക്കാൾ അവരുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് കൂടിയോ? ഇല്ലല്ലോ. അവിടെ നിങ്ങൾ പരിശോധിച്ച് കാണാൻ വേണ്ടി കഴിയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എമ്മി കിട്ടിയ വോട്ട് 52,626 ഇപ്രാവശ്യം അവർക്ക് കിട്ടിയ വോട്ട് 2,569 വോട്ട് കുറവാണ്. പിന്നെ അവർക്ക് മുന്നേറ്റം ഉണ്ടായി എന്ന് പറയുന്നത് എന്തിൻ്റെ വിലയാണ്? എന്നാൽ LDF-നെ സംബന്ധിച്ച് നമുക്ക് ലോക്സഭയേക്കാൾ 4,459 വോട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് ഒരു ചെറിയ കാര്യമാണോ? ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരുപാട് കാലമൊന്നും ആയിട്ടില്ലല്ലോ. എന്നിട്ട് ഞങ്ങൾ പുറകോട്ടേക്ക് പോയി എന്നുള്ളത് പറയുന്ന ആളുകളുടെ ചർമ്മശക്തിയെ നമുക്ക് പരിഗണിക്കാം എന്നുള്ളതല്ലാതെ
സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് രംഗത്തെ ട്രെൻഡുകൾ പരിശോധിക്കുന്ന ആർക്കും തന്നെ വലിയ മുന്നേറ്റമാണ്, വലിയ അംഗീകാരമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഈ എല്ലാ തെരഞ്ഞെടുപ്പുകളും തെളിയിക്കുന്നുണ്ട്. അത് ജയിച്ചിരിക്കുന്ന ഈ ചേലക്കരി മാത്രമല്ല, നമ്മളിപ്പോൾ പാലക്കാട് പരിശോധിക്കുമ്പോൾ കാണാൻ വേണ്ടി കഴിയുന്ന കാര്യം എന്താ? കഴിഞ്ഞ നിയമസഭയേക്കാൾ 860 വോട്ട് അവിടെ അധികം കിട്ടുന്നത് തന്നെയുണ്ടായി. ലോകസഭയിൽ നമുക്ക് നേരത്തെ കിട്ടിയ വോട്ട് 34,640 ആണെങ്കിൽ 2,653 വോട്ട് വർദ്ധിച്ച് 37,293 വോട്ടായി. അവരെ സംബന്ധിച്ചാവട്ടെ അവർക്ക് നേരിയ വർധന മാത്രമേ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞുള്ളൂ. അപ്പോൾ കണക്കുകൾ വെച്ചുകൊണ്ട് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ ആളുകൾ കൂടുതലായിട്ട് ചേർന്നിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പായിട്ട് താരതമ്യം ചെയ്താലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പായിട്ട് താരതമ്യം ചെയ്താലും അതിനേക്കാൾ ഏറെ വോട്ടുകൾ നേടാൻ വേണ്ടി കഴിഞ്ഞു എന്ന് പറയുന്നതിന് അർത്ഥം എന്താ? ഏറ്റവും വലിയ പ്രചാരവേല തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ സംഘടിപ്പിച്ചത് നമുക്കെല്ലാം അറിയുന്ന പോലെ ഈ ഗവൺമെൻറ് ഒന്നിനും കൊള്ളില്ല എന്നുള്ളതാണ്. ആ പ്രചരണം ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നുവെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം അസന്നിഗ്ധമായി തെളിയിക്കുന്നത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള അംഗീകാരമാണ്, അതിന് മുന്നോട്ട് പോക്കിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം രാഷ്ട്രീയ രംഗത്തെ സത്യസന്ധമായിട്ട് കാണുന്ന ആരെ സംബന്ധിച്ചും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ കൃത്യമായ നിലക്ക് അങ്ങനെയാണ് വിലയിരുത്താൻ. ശരി പ്രകാശ്.